അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. ഇതിൻ്റെ ബാക്കിൽ ചിലപ്പോൾ കുറേ സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടാവും, പോസ്റ്റിങ്ങിൽ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ഗൈഡ് ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിരിക്കും. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫ്ലട്ടർ നോക്കുന്നു, ഫ്ലട്ടർ നമ്മൾ ഗോലാങ്ങിലേക്ക് എത്തുന്നു, ഇപ്പോൾ ഗോലാങ്ങിലേക്ക് പ്ലേസ്ഡ് ആവും. ഇത് നോൺ IT ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾ ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ടഫായിരുന്നോ ജേണി? അല്ല. എങ്ങനെ മാക്ബിക്കിലേക്ക് എങ്ങനെ എത്തി? മാക്ബിക്കിൽ ഞാൻ ആഡ് കണ്ടിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. ഫ്ലട്ടറിന് വേണ്ടി എൻക്വയറി നടത്തിയായിരുന്നു. അവരെ കോൺടാക്ട് ചെയ്തു, 1-on-1 സെഷൻ വെച്ചു. ഒരു സെഷൻ ഓൺലൈനായിട്ടും പിന്നെ ഡയറക്റ്റ് ആയിട്ടും ഉണ്ടായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അങ്ങനെ മനസ്സിലായി എനിക്ക് ഫ്ലട്ടറിലൊന്നും അറിയില്ല. ഓക്കെ, ഗോലാങ് 24 വീക്സ് എടുത്ത് പ്ലേസ്ഡ് ആയ ആളാണ് റിസാൽ. അപ്പോൾ നമുക്ക് റിസാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, റിസാൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക കാണുന്ന ആൾക്കാർക്ക്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ഞാൻ റിസാൽ, കാലിക്കറ്റിൽ നിന്നാണ്. ഞാനിവിടെ മാക്ബിക്കിൽ ഗോലാങ് വിത്ത് ഡെവോപ്സ് കോഴ്സ് കംപ്ലീറ്റഡ് ആയി, പ്ലേസ്ഡ് ആയി ടെക്സോൾ എന്നുള്ളൊരു കമ്പനിയിൽ. എങ്ങനെ മാക്ബിക്കിലേക്ക് എങ്ങനെ എത്തി? മാക്ബിക്കിൽ ഞാൻ ആഡ് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനപ്പം ഫ്ലട്ടർ എന്നുള്ളൊരു, അന്ന് ഫ്ലട്ടർ ട്രെൻഡിങ് ആയിരുന്നു ആ ഒരു ടൈമിൽ ഫ്ലട്ടർ ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഫ്ലട്ടറിന് വേണ്ടി എൻക്വയറി നടത്തിയതായിരുന്നു. അപ്പം അവരെ കോണ്ടാക്ട് ചെയ്തു, 1-on-1 സെഷൻ വെച്ചു. പിന്നെ ഒരു മോഡറേഷൻ പോലെ ഒരു സെഷൻ ഓൺലൈനായിട്ടും പിന്നെ ഡയറക്റ്റ് ആയിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഫ്ലട്ടറിനെ പറ്റി എനിക്കറിയാവുന്ന മാക്സിമം ഞാൻ കൊടുത്തു. അവരെന്നോട് കുറെ ഒരു മോക്ക് ഇന്റർവ്യൂ പോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അങ്ങനെ മനസ്സിലായി എനിക്ക് ഫ്ലട്ടറിലൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പോ സാർ പറഞ്ഞു ഗോലാങ് വിത്ത് ഡെവോപ്സ് ഉള്ളൊരു കോഴ്സ് ഉണ്ട്, അതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ അറ്റംപ്റ്റ് ചെയ്താണ്. ഫ്ലട്ടർ മാറി നമ്മൾ ഗോലാങ്ങിലേക്ക് എത്തി. ഫ്ലട്ടർ കുറച്ച് ചെറിയ ചെറിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്തു. എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ പരിപാടി? ആരൊക്കെയാണ്? വീട്ടില് സുഖം. ഉപ്പ, ഉമ്മ, ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്. ഓക്കെ, ഫ്ലട്ടറിൽ ഇതിന് മുന്നേ എന്തെങ്കിലും ചെയ്ത് നോക്കിയോ? നമ്മള് ഈ ചെറിയ ചെറിയ പ്രോജക്ട്സ് മാത്രം, UI ബേസ്ഡ് പ്രോജക്ട്സ് മാത്രം. ഓക്കെ, ഫ്ലട്ടറിന് ഗോലാങ്ങിൽ വന്നേരം എന്താണ് മാറ്റം? വലിയ മാറ്റം കംപ്ലീറ്റ്ലി ആണല്ലേ? പിന്നെ ഒന്നുകൂടെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടും സ്കെയിലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ. അങ്ങനെ എനിക്ക് ആക്ച്വലി ഇൻട്രസ്റ്റ് ഡെവോപ്സ് ആണ്. കോഡിങ്ങിനേക്കാളും ഡെവോപ്സ് ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ ആണ് എൻ്റെ മെയിൻ ഇൻട്രസ്റ്റ്. നമ്മുടെ ഹബ്ബ് വരുന്ന കണ്ണൂരായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ഓൺലൈൻ മോഡായിരുന്നു ഫസ്റ്റ് റിസൾട്ട് ചൂസ് ചെയ്തത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മാക്ബിക്കിലെ പ്രോഗ്രാം? ഇതെങ്ങനെ ഓൺലൈനിൽ എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റി? മെയിൻലി അവര് നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വീക്ക്ലി റിവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അവര് ടൈം ലിമിറ്റും പിന്നെ ആ മോണിറ്ററിംഗിൽ നമുക്ക് 8 hours കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. അപ്പം അത് തന്നെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഒരു ഡേ ഒന്ന് ഷോർട്ടായി പോയാൽ അവര് കണക്ട് ചെയ്തിരുന്നു വിളിക്കും, എന്തായിരിക്കും അങ്ങനെ. ഒരു ഡേ ഇപ്പൊ മിസ്സായി പോയാൽ വിളിച്ചിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വീക്കില് അവര് ഒരു കോൾ തരും, എന്താ ഈ വീക്കില് ദിവസം പോയത് വിളിച്ചു. ഒരു ഡേ റൊട്ടീൻ എങ്ങനെയായിരുന്നു? റൊട്ടീൻ കാര്യം വീട്ടിൽ നിന്ന് ചെയ്യുന്ന കുറെ കുട്ടികളുടെ പ്രശ്നം എന്താണ്, സേഫ് സോണിലാണ് അല്ലെ? അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊ ഫുഡ് ആയിട്ടുണ്ടാവും, അവിടെ നാളെ ഇടും, ഫുഡ് കഴിക്കാം, അപ്പൊ ഫ്രണ്ട്സ് വിളിക്കും. അപ്പൊ ഈ ഒരു സേഫ് സോൺ എങ്ങനെ ഈ ഡേ റൊട്ടീൻ? കാര്യം എന്താ വെച്ചാൽ 24 വീക്സ് കറക്റ്റ് ഗോലാങ്ങിലാണ് പ്ലേസ് ആയിട്ടുള്ളത്. ഓക്കെ, വേറെ സ്റ്റാക്ക് പോലെയല്ല, മെറ്റീരിയൽസ് കുറവാണ്, കുറച്ച് പഠിക്കാൻ ബാക്കെൻഡ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെ ഡേ റൊട്ടീൻ എങ്ങനെ വരും? ഒന്നുമില്ല, നമുക്ക് ഡെയിലി ടൈപ്പിങ്ങിന് അതായത് ടൈപ്പിംഗ് പ്രാക്ടീസിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. 1 to 2 hours ടൈപ്പിങ്ങിനായിട്ട് മാറ്റി വെക്കും. ഓക്കെ, പിന്നെ കുറച്ച് വീഡിയോസ്, ട്യൂട്ടോറിയൽസ് അങ്ങനെ കാണും. പിന്നെ സോഫ്റ്റ് സ്കില്ല്, പിന്നെ കുറച്ച് നമുക്ക് പ്രൊജക്ട്സ് തീർക്കാനുണ്ടാവും. ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അപ്പോ 8 hours ഒരു ഡേയില് സ്പ്ലിറ്റ് ചെയ്തിട്ട് തീർക്കും.
ഒരു മടുപ്പില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുമ്പോ അങ്ങനെ സ്മൂത്താണ്. ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കാൻ കഴിയില്ല, ഒറ്റക്കല്ലേ, അപ്പൊ ഒറ്റ സ്ട്രെച്ചിൽ എന്തായാലും കഴിയില്ല. ഓക്കെ. ഇപ്പൊ നമ്മളെ ഗോലാംഗിലേക്ക് പുതിയ പുതിയ ടൂൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ റിസർച്ച് ചെയ്ത് കാരണം കാരണം മെറ്റീരിയൽസ് കുറവല്ലേ, ഇതെങ്ങനെയാ ഇത് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ടെലഗ്രാമിലായാലും, പിന്നെ യൂട്യൂബ് കുറച്ച് ഗോലാംഗിൽ അപ്ഡേറ്റ്സ് തരുന്ന കുറച്ച് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അവരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. കമ്മ്യൂണിറ്റി അല്ലേ. നമ്മുടെ ഈ വീക്കിലി സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? കാരണം 7 days കൊണ്ട് ഒരു ടാസ്ക് തീർക്കാം, അതിനൊരു റിവ്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ മാത്രം നെക്സ്റ്റ് വീക്കിലേക്ക് അല്ലേ. അപ്പൊ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് ഈ ഒരു പരിപാടിനെ അപ്രോച്ച് ചെയ്തത്? അത് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഓരോ സ്റ്റേജിലും പ്രോഗ്രസ് നമുക്ക് മനസ്സിലാവും. കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമുക്കൊരു ഷെഡ്യൂൾ ഒരു ടാസ്ക് തന്നു, അപ്പോൾ അതിന് കറക്റ്റ് അത് മാത്രമല്ല ചോദിക്കുക, ഔട്ട് ഓഫ് ദ ബോക്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മളേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്തായാലും ആവശ്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഏരിയാസ് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ എനിക്ക് കിട്ടിയത് പ്രമീസ് സാറായിരുന്നു റിവ്യൂ. പ്രമീസ് സാറും അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മള് മൊഡ്യൂളിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മൂപ്പര് വഴി കുറെ കിട്ടി. പുതിയ പുതിയ അപ്ഡേറ്റ് ആള് നിലവിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ചലഞ്ചിങ് ആയ ഏതെങ്കിലും വീക്ക് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇത് ഭയങ്കര ടഫാണ്, ചലഞ്ചിങ് ആണെന്ന് തോന്നിയ വീക്ക്? ചലഞ്ചിങ് ആയിട്ട് തോന്നിയില്ല. കുറച്ച് ഡെവോപ്സിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ പുറത്ത് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ അതിന്റെ കോൺസെപ്റ്റ്സ് കുറെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഡീപ്പായിട്ട് ലേൺ ചെയ്യുമ്പോൾ കുറച്ച് ചലഞ്ചിങ് ആണ്. അതായത് നമ്മളിപ്പം ഒരു കേണലിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു VM-ഉം ഡോക്കറും കണ്ടെയ്നറും തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനത്തെ കേസസ് ഒക്കെ നമ്മൾ ഡീപ്പായിട്ട് ലേൺ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ അത് കോൺസെപ്റ്റ് ഒക്കെ ആയപ്പോൾ ഓക്കെ. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഇല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അല്ലേ ഡിഗ്രി. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫ്ലട്ടർ നോക്കുന്നു, ഫ്ലട്ടർ നമ്മൾ ഗോലാംഗിലേക്ക് എത്തുന്നു, ഇപ്പൊ ഗോലാംഗിലേക്ക് പ്ലേസ്ഡ് ആവും. ഓക്കെ, ഈ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? കാര്യം കൊമേഴ്സ് അതായത് നോൺ IT ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാള് ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാല് അതെങ്ങനെയായിരുന്നു ഈ ഒരു ജേർണി? എങ്ങനെ? എനിക്ക് അതേ പാഷൻ ഉണ്ടായിരുന്നു IT-ൽ. അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ അവിടെ സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള എല്ലാ അതും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു എന്തൂസിയാസം ഉണ്ടാവും. ഇപ്പൊ ഒരു ERP ഉണ്ടാവും, ERP ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഡെബിറ്റ് ആവുന്നു, അപ്പുറം ക്രെഡിറ്റ് ആവുന്നു, ലെഡ്ജറിൽ മാറുന്നു, അപ്പൊ DBയിൽ എങ്ങനെ വർക്ക് ആവുന്നു. ഇത് ലെഡ്ജർ ചെയ്യുന്നവരോ ഇതിന്റെ ബാക്കിലെ പ്രവർത്തനം എങ്ങനെയാണെന്നായിരിക്കും അല്ലേ? നമ്മളതെങ്ങനെയാന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ സിസ്റ്റം ഫീൽഡിലേക്ക് ഇറങ്ങി. സിസ്റ്റം ഓക്കെ. ടഫ് ആയിരുന്നോ ജേർണി? അല്ലല്ല, ഇല്ല, താല്പര്യമുള്ളതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിരുന്നു, ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഓക്കെ. സിമ്പിൾ ആയിട്ട് കടന്നുപോയ ഏതെങ്കിലും വീക്ക് ഉണ്ടോ? ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ, ഒരു 7 days പരിപാടി 4 days കൊണ്ടൊക്കെ തീർത്തിട്ടുണ്ടോ? തീർത്തിട്ടുണ്ട്. ഏതായിരുന്നു വീക്ക്? മെയിൻ പ്രോജക്റ്റ് നമുക്ക് 4 weeks ടാസ്ക് ആയിരുന്നു, അത് വേഗം കഴിഞ്ഞിട്ടുണ്ട്. 15 days കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന്. ഓക്കെ. ഇതിപ്പോ ഒരു നോൺ IT കാർ വരികയാണ്, അപ്പൊ അവർക്ക് ഭയങ്കര ഈ മെയിൻലി കൊമേഴ്സ് പഠിച്ച കുട്ടികളുടെ ഡൗട്ടാണ് ഇത് എന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാനുണ്ട്? നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്തു നോക്കാം, അത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റും. പിന്നെ ഒരു മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് എന്നുള്ളത് അറിയാത്തൊരു കേസാണ് വരിക. ഇപ്പൊ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും, ഇതിന്റെ ബാക്കിൽ ചിലപ്പോ കുറെ സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടാവും, ഹോസ്റ്റിങ്ങിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, ഡെവലപ്പിംഗ് തന്നെ ഇപ്പം കോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മള് ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിയെങ്കിൽ സ്മൂത്ത് ആയിരിക്കും. നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്തു, അതിൽ പേയ്മെന്റ് ഗേറ്റ് വേ എങ്ങനെ വർക്ക് ആവുന്നു, വേറെ API വിളിക്കുന്നു, ഇങ്ങനെ കുറെ പ്രോസസ്സ് ഉണ്ട്. പക്ഷെ യൂസർ എൻഡിൽ എന്താ നമുക്ക് സ്മൂത്ത് ആണ്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ 2 പ്രൊജക്ട് ചെയ്തിരുന്നു, ഒരു സ്ട്രീമിംഗ് ആപ്ലിക്കേഷനും പിന്നെ ഇ-കൊമേഴ്സ്. പുതിയ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഏതാണ്?
അത് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യല്ലേ. അപ്പോൾ അത് നമ്മൾ അപ്പം പഠിക്കുമ്പോൾ പുതിയ ടെക്നോളജിയാണ്. പിന്നെ ഇപ്പം ഞാൻ വർക്കിലേക്ക് കയറിയപ്പോൾ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിൽ വേറൊരു അപ്രോച്ച് തന്നെ. ഡേ ബൈ ഡേ നമ്മൾ അപ്ഡേറ്റ് ആണല്ലോ ഈ ഫീൽഡിൽ. ഗോലാങ് പുതിയതാണ്, എന്നാലും അതിലും ഡേ ബൈ ഡേ നമ്മൾ പുതുതായിക്കൊണ്ടേയിരിക്കണം, അല്ല നമ്മളിങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഇപ്പം ChatGPT നമുക്ക് കൂടെ തന്നെ എല്ലാ കമ്പനീസും AI ടൂൾസ് ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി ആണ് നോക്കുന്നത്. നമുക്ക് ആ കോൺസെപ്റ്റ് ലോജിക്കും മതി, ഇതിങ്ങനെ ചെയ്യാമെന്ന് പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഒരു, പിന്നെ ആ ഒരു എറർ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായാൽ മതി. ഇപ്പോൾ ബേസിക്കലി അത് മതി. പഠിക്കുന്ന സമയത്ത് ChatGPT മാറ്റി വെക്കണമായിരിക്കും അല്ലേ? കാര്യം എന്താ വെച്ചാൽ നമ്മൾ മാക്ബിക്കിലെ സ്റ്റുഡൻസിന് അധികം പറയണ്ട, ഫസ്റ്റ് തന്നെ പഠിക്കുന്ന നേരം നമ്മൾ ChatGPT പോകാൻ പാടില്ല, അത് സൊല്യൂഷൻ തന്ന്. ഓക്കെ, അതിപ്പോ ഈ ജോലി സ്ഥലത്ത് എത്തിയാലുള്ള മാറ്റം എങ്ങനെയാ? അത് ഹെൽപ്ഫുൾ ആയിനോ അന്നേരം ആ പഠിക്കുന്ന സമയത്ത് ChatGPT നോക്കാണ്ട്? നമുക്ക് കോൺസെപ്റ്റ് അറിയെങ്കിൽ പിന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ChatGPT ഇപ്പൊ ഒരു കോഡ്, ChatGPT അല്ല, കർസർ ആയാലും ഒരു കോപൈലറ്റ് ആയാലും ഒരു കോഡ് അവിടെ വരുന്നു, നമ്മൾ നോക്കുന്നു, ഇതാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഇതറിയാത്തവർക്കാണെങ്കിൽ ഇതെന്തോ ചെയ്യുന്നത്, നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു, അതെങ്ങനെ പോകുന്നു, വർക്കാവുന്നുണ്ട്. അത് ഒരു ഇഷ്യൂ വന്നാൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ വീണ്ടും ChatGPTയിലോ കർസറിലോ ഇട്ടിട്ട് ഇങ്ങനെ. റിസൾട്ട് പഠിക്കുന്ന സമയത്ത് ChatGPT നോക്കിയിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടുണ്ട്, ഓഫ് കോഴ്സ് നോക്കിയിട്ടുണ്ട്. പ്രൊജക്റ്റ് ഉണ്ടാക്കാനല്ല, പക്ഷെ കോൺസെപ്റ്റ്സ് കിട്ടാൻ റിസോഴ്സസ് കുറവായതുകൊണ്ട് എനിക്ക് ChatGPT റെഫർ ചെയ്യേണ്ടി വന്നു. ഓക്കെ, നമ്മളിപ്പോൾ പ്ലേസ്ഡ് ആയി, ഒരു കമ്പനി പ്ലേസ്ഡ് ആയി. ഓക്കെ, ഈ ജേർണിയിൽ ഞാനൊരു മിസ്റ്റേക്ക് വരുത്തി, ഇനിയുള്ള കുട്ടികൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല, ഇത് ഈ മോഡൽ പഠിക്കാൻ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവിടെ തന്നെ ഗോല് പഠിക്കുന്ന കുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോ അവരോ പറയും ഇത് നോക്ക്, ഈ ഒരു അപ്രോച്ച് നോക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ, അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു കൊടുക്കും. ഏതാണ് ഇതാണ് ഈ ഒരു അപ്രോച്ച് പോയാൽ മതി. എങ്ങനെയാണ് കണക്ഷൻ, എങ്ങനെ ലിങ്ക് ഇടൽ? അവരെ എന്നെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ജോബിലേക്കുള്ള എൻട്രി ഉണ്ടല്ലോ, ഈ ഇന്റർവ്യൂസ്, കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. ഓക്കെ, അതിൽ നല്ല ഓരോ ഇന്റർവ്യൂ ചെയ്യുന്നതിന് നമുക്ക് ഓരോ എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ ഫ്രഷർ എക്സ്പീരിയൻസ് ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ഞാൻ എക്സ്പീരിയൻസ്ഡിന്റെ ഇന്റർവ്യൂസ് ആദ്യം ക്രാക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അപ്പോൾ അവര് ചോദിക്കുന്നത് കേട്ടപ്പോൾ നമ്മള് പഠിച്ച് ഒന്നും കൂടെ ഇമ്പ്രൂവ് ആക്കാനുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടി. പിന്നെ ഫ്രഷർ വേക്കൻസി കിട്ടിയപ്പോൾ സ്മൂത്ത് ആയിട്ട് ക്രാക്ക് ചെയ്തു. ഓക്കെ, നമ്മള് ടോപ്പ് നോച്ചിൽ നോക്കിയാൽ പെട്ടെന്ന് തന്നെ താഴെ IAS പ്രിപ്പയർ ചെയ്താൽ PSC വേഗം കിട്ടുന്ന പറയുന്ന പോലെ ആ പരിപാടി ആയിരിക്കല്ലേ അറ്റൻഡ് ചെയ്ത്. ഓക്കെ, ചലഞ്ചിങ് ആയതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? ചലഞ്ചിങ് ആയിട്ട് DSA ഒക്കെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ ഡീൽ ചെയ്ത്? സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്താ? അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേസസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് വന്നതായിരുന്നു, പെട്ടെന്ന് പറയാൻ പറ്റിയ ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെ, സിമ്പിൾ ആയിട്ടുള്ള. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇനി കുറെ കുട്ടികൾ നമുക്ക് ഇനി ഗോലാങ്ങിലൊക്കെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്ത് അപ്രോച്ചാ, റിസൾട്ടിന്റെ ഒരു ടിപ്പ്? ഇങ്ങനെ പോയാൽ മതി? ഇന്റർവ്യൂസ് ആദ്യം ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും, അവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളൊരു എഫേർട്ട് ഇടാതെ അവിടെ ഇരുന്നാല് കാര്യമില്ലല്ലോ. അവിടെ ഇരുത്തം തന്നെയായി പോലെ നമ്മൾ എഫേർട്ട് ഇടണം. കമ്പനീസിനെ റെഫർ ചെയ്യണം. റിസൾട്ട് എന്തൊക്കെ മെത്തേഡാ ചൂസ് ചെയ്തത്? ഞാൻ ഓൺലൈൻ അപ്ലൈ ചെയ്തു കുറച്ചൊക്കെ. പിന്നെ ഇവര് മാക്ബിക്ക് വിളിച്ചിട്ട് കോൾ ചെയ്ത് എന്താ റെസ്പോൺസ് നോക്കാൻ പറഞ്ഞു, റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഓരോ അപ്രോച്ചസും വിലയിരുത്തിയിട്ട് അതിൽ നിന്ന് പിന്നെ എന്താണ് ചേഞ്ച്, അവിടെ എന്താ പോയത് എന്നുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ട് ഒന്നുകൂടെ നെക്സ്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ നെക്സ്റ്റ് അപ്രോച്ചിൽ ഒന്നും കൂടെ ബെറ്റർ ആക്കിയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള. അത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഡൗട്ടാണ്, ഇറങ്ങിയ പാട് ജോലി കിട്ടും എന്നുള്ളത്. ഇറങ്ങുന്നതിന്റെ മുന്നേ തന്നെ കിട്ടും. പക്ഷെ അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് പറ്റിയൊരു കമ്പനി കണ്ടെത്തണം. എല്ലാ കമ്പനീസിലും ഒരേ പാറ്റേണിലായിരിക്കില്ല. ഹൈറാർക്കി പക്ക ഫോളോ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും, അവർക്ക് നമ്മളെ സ്കില്ലായിരിക്കില്ല. തിയറി ആ ഒരു ഇന്റർവ്യൂവിൽ ആ തിയറി പാസ്സായാലും അവരെടുക്കും, സ്കിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ സ്കിൽഫുൾ ആയവർക്ക് ചിലപ്പോൾ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ചില കമ്പനീസ് കൺസിഡർ ചെയ്യും. ആ ഒരു അപ്രോച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം
അറ്റൻഡ് ചെയ്യാൻ. ഇപ്പോൾ മാക്ബിക്കിലെ സ്റ്റഡി മെത്തേഡ് ഇച്ചിരി ഡിഫറെൻ്റ് അല്ലേ? നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തുക, എന്നിട്ട് അതിന് നമ്മളെ മെത്തേഡൊക്കെ പോവാം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സൊല്യൂഷൻ എന്നുള്ളത്, എന്നിട്ട് അവരുടെ ടിപ്സ്, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് അല്ലേ? ഈ ഒരു മെത്തേഡിലാണ് ഫോളോ. ഈ ഒരു മെത്തേഡ് എങ്ങനെ സിമ്പിൾ ആയിരുന്നോ അതോ ഈ ഒരു മെത്തേഡ് ടഫ് ആയിരുന്നോ? ആ മെത്തേഡ് നമ്മൾ എപ്പോഴും നമുക്കൊരു ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. ഒരു ഇന്റർവ്യൂവിന്റെ ഒരു അപ്രോച്ച് പോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരു ഇന്റർവ്യൂവർ എങ്ങനെ നമ്മളോട് ചോദിക്കുക, ഓരോ വീക്കിലും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് നമുക്ക് തന്നൊരു മൊഡ്യൂൾ ഉണ്ടാവും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ നിന്ന് ഒരു ഇന്റർവ്യൂവിന് നമുക്കിപ്പം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം അതും നമ്മളോട് ചോദിക്കും. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഒന്ന് റിസർച്ച് ചെയ്യാനുള്ള ടോപ്പിക്സ് തരും. അതായത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടോപ്പിക്സ്, അത് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ആ ടോപ്പിക് ഇൻക്ലൂസീവ് ആയിട്ട് ആയിരിക്കും നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കസ്റ്റമൈസ് ആയിരിക്കില്ലേ, ഓരോരുത്തർ സ്കില്ല് നോക്കിയിട്ട് നമുക്ക് അടുത്തേക്ക്. ഓക്കെ ഓക്കെ. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ കൊണ്ടുപോയി? കാര്യം ഇന്റർവ്യൂവിനൊക്കെ കമ്മ്യൂണിക്കേഷനും കൂടി മസ്റ്റ് ആണല്ലേ. നമുക്കുള്ള സ്കില്ല് ആളെ ബോധിപ്പിക്കാനുള്ള ഒരു നോളജും കൂടി വേണം. അതെങ്ങനെ കൊണ്ടുപോകും? അതെങ്ങനെയാണ്? മെയിനായിട്ട് നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻസ് സെഷൻസ് മാക്ബിക്കുന്ന ഒരു ഓൺലൈൻ സെഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. ട്വൈസ് ഇൻ എ വീക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ആയിരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഗെയിംസും, പിന്നെ ഇംഗ്ലീഷിൽ നമുക്ക് എന്തെങ്കിലും ഫൺ ആക്ടിവിറ്റീസും ഉണ്ട്. എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ നമ്മളതായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോന്നൊക്കെ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂഷൻസും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെൽഫായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഏരിയ കൂടെ ആയിരുന്നു. ഓക്കെ. സെൽഫായിട്ട് അല്ല, അതർ ദാൻ മാക്ബിക്കിന്റെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിന് പുറമെ ഈ സിനിമ കാണാൻ, പാട്ട് കേൾക്കാം, അങ്ങനത്തെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മെത്തേഡും കൂടി ഫോളോ ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ആവാൻ വേണ്ടിയിട്ട്? അല്ല, കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് എനിക്ക് ഇഷ്യൂ ഇല്ലായിരുന്നു. പക്ഷേ പബ്ലിക് സ്പീക്കിങ്ങും വലിയ ഇഷ്യൂ ഇല്ല. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വല്ലാണ്ട് എനിക്ക് അതായില്ല. കമ്മ്യൂണിക്കേഷൻ വലിയ ഇഷ്യൂ ആയി തോന്നിയില്ല. ഇല്ല. പക്ഷെ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനത്തെ കേസസ് ഒക്കെ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ കഴിയും. ഈ എഡ്യൂക്കേഷൻ ജേർണി എങ്ങനെയായിരുന്നു? ഈ 10th 11th പിന്നെ ഡിഗ്രി? ഞാൻ +2 കൊമേഴ്സ്, അത് കഴിഞ്ഞ് സി എ എടുക്കാനുള്ള രീതിയിലായിരുന്നു. CA ഇന്റർ വരെ പോയി. അത് കഴിഞ്ഞു സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഓക്കെ ഓക്കെ. എന്താ ചോദിച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ അല്ല എന്നുകൊണ്ട് ചോദിച്ചാൽ, കാര്യം നമ്മൾ ഈ ജേർണിയിൽ എന്തായാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നില്ല. CBSE ആയിരുന്നു. CBSE ആയിരുന്നല്ലേ? CBSEക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അല്ല, കമ്മ്യൂണിക്കേഷൻ മീൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മാത്രമല്ല, മെയിൻ ആയിട്ട് ഇന്റർവ്യൂസിന് ഇംഗ്ലീഷിലായിരിക്കും ഓരോ കമ്പനീസും ചോദിക്കുക. അപ്പോ ഇംഗ്ലീഷിൽ നമുക്ക് അറിയാവുന്ന കാര്യം ചിലപ്പോ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പറയും. അപ്പോ അത് ഇംഗ്ലീഷിലേക്കാക്കി പറയാൻ ആ ഒരു ടാസ്ക് ആണ്. അപ്പൊ ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയി. അപ്പൊ നമ്മൾ സ്റ്റുഡൻസിനോട് പറയാനുള്ള എന്താ വെച്ചാൽ, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സാധനത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ? കമ്മ്യൂണിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ്. കാരണം നമ്മളൊരു കാര്യം അറിഞ്ഞു വെച്ചിട്ട് നമുക്ക് അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പോ ഇമെയിൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളെ പറ്റിയുള്ള ഒരു ഡ്രാഫ്റ്റ് ആണ്, അതൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പം ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോകുന്നു, അതായത് ഫസ്റ്റ് അപ്രോച്ച് ഒന്ന് ഈ കോൾ ആയിരിക്കും അല്ലെങ്കിൽ ഇമെയിൽ ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഇമെയിൽ അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ ഒരു അപ്രോച്ച്. അതിന് എന്തായാലും നമ്മളൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം, ഇമെയിൽ ഡ്രാഫ്റ്റ് പോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ എലാബറേറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമാണത്. അത് ചോദിച്ചപ്പോഴാണ് എങ്ങനെയാ CV പ്രിപ്പറേഷൻ ഒക്കെ, ഈ റെസ്യൂമെ CV ഒക്കെ? CV ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. ഈ കസ്റ്റമൈസ് ആണോ? അതായത് ഇപ്പോ ചില കമ്പനിക്ക് അയക്കുമ്പോൾ CV മാറ്റം വരുത്തിയിട്ടൊക്കെ അയക്കാറുണ്ടോ? മാറ്റം വരുത്തണം. ജോബ് ഡിസ്ക്രിപ്ഷൻസ് നോക്കിയിട്ട് തന്നെ അയക്കണം. ഒറ്റ CV എടുത്തിട്ട് നമ്മൾ എല്ലാവർക്കും അയച്ചിട്ട് കാര്യമില്ല. അത് അധികം സ്റ്റുഡൻസ് പറയുന്ന ഒരു ഫോൾട്ടാ. ഒരു CV ഉണ്ടാക്കി വെക്കും, എന്നിട്ട് നമുക്ക് ആ ഒരു CVന്റെ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാത്രം മാറ്റിയാൽ മതി. നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കും. പക്ഷെ ജോബ് ഡിസ്ക്രിപ്ഷനും കമ്പനീന്റെ
നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങളും മാത്രമായിരിക്കും മാറുക. അത് നമ്മൾ മാറ്റി കൊടുത്താണ്. ബാക്കി ടെംപ്ലേറ്റ് കുഴപ്പമില്ല. ഓക്കെ, കറന്റ് എങ്ങനെ വർക്ക് അങ്ങനെ പോകുന്നു? കമ്പനി എങ്ങനെയുണ്ട്? പുതിയ കമ്പനി അടിപൊളി കമ്പനിയാണ്. എന്ത് പേരെന്തായിരുന്നു? ടെക്സോൾ. ടെക്സോൺ എവിടെയാ ബേസ്ഡ്? കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് ബേസ്ഡ് ആണ്. അവിടെ പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ എന്താണ്? പ്രൊഡക്റ്റ് സാസ് ഉണ്ട്. സാസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ അടിപൊളി? അടിപൊളിയായിട്ട്. എങ്ങനെ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഓൺ സൈറ്റോ? ഓൺ സൈറ്റ് ആണ്. ഇൻ കേസ് വർക്ക് ഫ്രം ഹോം എടുക്കാം. അതിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട് കമ്പനി? എപ്പോഴും അല്ല, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം. കമ്പനി കൊളീഗ്സ് എല്ലാം എങ്ങനെ? അടിപൊളി. അവിടെ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ടീം വർക്ക് ആണോ? ടീം വർക്ക് ആണ്, കംപ്ലീറ്റ്ലി ടീം വർക്ക്. ഓക്കെ, എന്താ പാഷൻ? എന്താ ഇത് കാറ് ബൈക്ക് അങ്ങനത്തെ പാഷൻസിലേക്കെല്ലാം പോട്ടെ. പാഷൻസ് അങ്ങനത്തെ പാഷൻസ് ഒന്നും ഇല്ല. എന്താണ്, ട്രാവലിംഗ് ആണോ? അതെല്ലാവർക്കും ഉള്ള കോമൺ പാഷൻസ് ആണ്. ബൈക്ക് എടുക്കുക, കാർ എടുക്കുക. വേറെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും? എന്റർപ്രണർ ആണോ? അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് തന്നെയാണ് പാഷൻ അല്ലേ? അപ്പൊ നെക്സ്റ്റ് മൂവ് അത് തന്നെയാണോ? വാട്ട്സ് നെക്സ്റ്റ് ചോദിച്ചാൽ നെക്സ്റ്റ് മൂവ് ഇപ്പൊ അല്ലേ, ഇപ്പൊ നമുക്ക് കുറെ കൂടെ പഠിക്കാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതിന്റെ കൂടെ തന്നെ സൈഡ് ആയിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കരിയർ സ്വന്തം പരിപാടിയും കൂടി അതിന്റെ കൂടെ ബിൽഡ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഇപ്പൊ കറന്റ്ലി മാഗ്ബിക്കിൽ കുറെ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുറെ കുട്ടികളുണ്ട്. ടെക് ഫീൽഡിലേക്ക് വരാൻ ഇഷ്ടപ്പെട്ട കുറെ കുട്ടികൾ ഇനിയും ഉണ്ട്. ഓക്കെ, ഓർക്കെല്ലാം എന്തെങ്കിലും ടിപ്പ് കൊടുക്കാൻ? ടിപ്പ് എന്ന് വെച്ചാൽ നമ്മള് എഫേർട്ട് ഇടുകയാണ്. നമുക്കൊരു ജോബാണ്, പാഷനായിരിക്കും ചിലവർക്ക്. നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക. ഇടുന്ന എഫേർട്ട് മാക്സിമം, അല്ലെങ്കിൽ നമ്മൾ ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത്, നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടെങ്കിൽ അത് മാക്സിമം എഫക്റ്റീവ് ആക്കാൻ നോക്കുക. അത് തന്നെ. നമുക്ക് നടന്നാൻ പറ്റൂല എന്നല്ല, ഉഴപ്പും. അത് ഒരു സ്റ്റേജ് എത്തുമ്പോ എല്ലാരും ഉഴപ്പും. പക്ഷെ അത് നമ്മള് റിക്കവർ ചെയ്യാനുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മള് ഇടയിലൊന്ന് സ്റ്റക്കായി, അപ്പൊ അതെങ്ങനെ ഓവർകം ചെയ്യാം, അതെങ്ങനെ തിരിച്ചെടുക്കാം, ആ ഒരു പ്ലാൻ വേണം. പിന്നെ നമുക്കിപ്പോൾ ലാംഗ്വേജ് സ്വിച്ച് ചെയ്യാൻ തോന്നി, ഈ ലാംഗ്വേജ് എനിക്ക് വർക്ക് ആവുന്നില്ല എന്ന് തോന്നി, നമുക്ക് ലാംഗ്വേജ് സ്വിച്ച് ചെയ്യാം. സിമ്പിളായിട്ട് സ്വിച്ച് ചെയ്യാൻ കഴിയും. ഒരു ഏതൊരു ലാംഗ്വേജിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എങ്ങനെ വർക്ക് ആവുന്നുള്ള ഒരു നോളജ് മാത്രം മതി. വേഗം അഡാപ്റ്റ് ചെയ്യാൻ കഴിയും നമുക്ക്. ഒരു ലാംഗ്വേജ് പഠിച്ചാൽ മറ്റൊരു ലാംഗ്വേജ് പഠിക്കാൻ ഓവർ ടൈമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ റിസാൾ നമ്മളെ 24 വീക്സ് കൊണ്ട് കറക്റ്റ് ഗോൾ ആംഗിൾ പ്ലേസ്ഡ് ആയ ആളാണ്. റിസാൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ റിസാൾ, കാലിക്കറ്റിൽ നിന്നാണ്. ഞാനിവിടെ മാക്ബിക്കിൽ ഗോലാങ് വിത്ത് ഡെവോപ്സ് ആണ് കഴിഞ്ഞത്. ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ടെക്സോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി.